പി.സി. ജോർജിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്കറിയും? ഇല്ലെങ്കിൽ കേൾക്കണം. പി.സിയുടെ പല പ്രസംഗങ്ങളും ന്യൂനപക്ഷ വിരുദ്ധമെന്ന് ആരോപിക്കപ്പെട്ടു. കേസെടുത്തു. 153A പഴയ IPC അനുസരിച്ച് കേസെടുത്തു. വലിയ പുക്കാറായി അറസ്റ്റ് ചെയ്തു. അറിയാലോ, ജാമ്യം കിട്ടി. ഇങ്ങനെ ഒത്തിരി കണ്ണടച്ചിരുട്ടാക്കണം. ഞാൻ പറയും ഇതൊക്കെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഭരണാധികാരി എത്ര കേസാണ് എന്റെ അവരെ എടുത്തത്? 3-4 കേസ് എന്തായാലും എടുത്തു. 4 കോപ്പ് 13 കേസിൽ പ്രതിയാണ്. 13 ബലാത്സംഗ കേസിൽ പ്രതിയല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇലക്ഷൻ നിങ്ങൾ കേസുകളിലൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞുപോയി. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ അങ്ങനെ സൗകര്യം അങ്ങനെ പറയുന്നുണ്ടോ? എനിക്കതിന് സൗകര്യമില്ല. ഇറങ്ങി സഖാവിന്റെ കയ്യിൽ വെച്ചാലത് അല്ല, ഞാൻ ചോദിക്കാണ്. അത് കയ്യിൽ ഇരുന്നോട്ടെ. എന്റെ വായിലേക്ക് കേൾക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. കേട്ടോ, 1-2 13 കേസുകൾ. എന്തിനാണ്? അടിമുടി കൃസംഗിയായിട്ടുള്ള സംഘപരിവാർ പാളയത്തിലുള്ള ഒരു വ്യക്തിക്ക് 13 കേസുകൾ. എന്തിനാണ്? പച്ച വർഗീയത പറഞ്ഞത്. കേരളത്തിൽ മുൻ MLA ആയിട്ടുള്ള, എന്നാൽ വായ് തുറന്നാൽ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിനോടകം 13 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അതിന് സാധ്യതയില്ലല്ലോ. കാര്യം, വർഗീയത പറയുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നത് ഒരിക്കലും വാർത്തയാകില്ല. അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ മഹാന്മാരാക്കിക്കൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലെ ടെലിവിഷനുകൾ വാർത്തയാക്കുന്നത്. അവരെ ഇരപക്ഷത്തേക്ക് പതിയെ പതിയെ വാർത്ത കൊടുത്തു മാറ്റും. അത് മറുനാടൻ ഷാജൻസ്കറിയാണെങ്കിലും ശരി, പി.സി. ജോർജ് ആണെങ്കിലും ശരി, ആ വിഷയത്തിൽ പലകുറി വർഗീയത പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജയിലിലടയ്ക്കാനുള്ള നടപടി സർക്കാർ ശക്തമായി സ്വീകരിച്ചിരുന്നു. ആ സന്ദർഭങ്ങളിലെല്ലാം ഇവർക്ക് ജാമ്യം കിട്ടി പുറത്തുപോയത് കോടതി മുഖേനയാണ്. കോടതികൾ അത്രത്തോളം ഇവർ പറയുന്ന കാര്യങ്ങളെ, ഇവർ പറയുന്ന വർഗീയതയെ, ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന വകുപ്പുകൾ പ്രകാരം ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോഴും കേസുമായി ബന്ധപ്പെട്ട് കോടതികൾ ഇവർ കയറിയിറങ്ങുന്നുണ്ട്. 160ഓളം കേസുകൾ ഷാജൻസ്കറിക്കെതിരെ. പി.സി. ജോർജിനെ കേവലം 10 വർഷം കൊണ്ട് 13 കേസുകളിൽ പ്രതിയാക്കി. എന്താണ് വർഗീയത പറയുന്നവർക്കെതിരെയുള്ള ശക്തമായ നിലപാടെന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ടാണ് ആ വൃത്തികെട്ടവനായിട്ടുള്ള പിണറായി വിജയൻ എനിക്കെതിരെ 13 കേസെടുത്തു. ഒന്ന് ആലോചിക്കണേ. സംഘിപ്പാളയത്തിൽ നിൽക്കുന്നവർക്കെതിരെ പിണറായി വിജയൻ എടുത്ത നിലപാട്, പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി എടുത്ത നടപടി എന്താണെന്നും അതെങ്ങനെയാണ് പ്രകോപിപ്പിച്ചിരിക്കുന്നതും എന്നതിൻ്റെ തെളിവാണ്. ഇത് അറിഞ്ഞിരിക്കാൻ വലിയ പാടാണ്. കാര്യം ഇതൊന്നും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തില്ല. കാര്യം കോൺഗ്രസിന് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, സംഘപരിവാറിന് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പിണറായി വിജയന് സംഘിച്ചാപ്പയും സുഡാപ്പിച്ചാപ്പയും ഒക്കെ അടിച്ചതിന് ശേഷം അത്തരം വർഗീയവാദികൾക്കെതിരെ എടുക്കുന്ന നടപടികൾ പുറത്തറിയിക്കാതെ അവരൊപ്പമാണെന്ന് സ്ഥാപിക്കാനാണ് ഇവരും പരിശ്രമിക്കുന്നത്. സംഘിപ്പാളയത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് പിണറായി വിജയൻ എന്ന വ്യക്തിയോട് എത്രമാത്രം കട്ടക്കലിപ്പുണ്ട് എന്നത് പി.സി. ജോർജിന്റെ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ന്യൂനപക്ഷ വിഭാഗക്കാർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും.